ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ 3 ആണ്. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഹോംവർക്ക് തന്നാണ് ഈ ടേബിൾ പൂർത്തീകരിക്കാൻ അല്ലേ. സ്കാൻഡിയത്തിൻ്റെ ഓൾറെഡി നമ്മൾ ചെയ്തിരുന്നു. ഇനി ക്രോമിയം, അയണിൻ്റെയും കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും കേസ് ചെയ്യാനായിരുന്നു. നിങ്ങൾ കണ്ടുപിടിച്ചത് ശരിയാന്ന് നോക്കിയാലോ. സ്കാൻഡിയം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ക്രോമിയത്തിൻ്റെ നമുക്ക് 1s2 2s2 2p6 3s2 3p6 അതെന്ന് പറയുന്നത് എന്താണ്? ആർഗണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസത്തിന് ഈക്വലാണ്. അതുകൊണ്ട് ഞാൻ ആർഗൺ 3d5 4s1 എന്ന് എഴുതി. തെറ്റില്ലല്ലോ, ഇങ്ങനെ എഴുതാം. നമ്മളോട് ഇവിടെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസമാണ് എഴുതുന്നത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ രീതിയിൽ തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്? 3Dയിലും 4sലുമുള്ള ഇലക്ട്രോണുകളെ തമ്മിൽ കൂട്ടണം. 3Dയിലും 4sലുള്ള ഇലക്ട്രോണുകളെ തമ്മിൽ കൂട്ടണം. അപ്പോൾ 5 + 1, അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് നമ്പർ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. Fe അയണിൻ്റെയും അതുപോലെ തന്നെ ആർഗൺ 3d6 4s2 എന്ന് വരും. 3d6 4s2 എന്ന് വരും. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ 3Dയിലും 4sലുള്ള ഇലക്ട്രോണുകളെ തമ്മിൽ കൂട്ടുക. അപ്പോൾ 6 + 2 8 എന്ന് കിട്ടും. ഇനി കോപ്പർ ആർഗൺ 3d10 4s1 ആണ്. അപ്പോൾ അതിലെ 3Dയിലും 4sലുള്ള ഇലക്ട്രോൺ 10 + 1 11 അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇനി സിങ്കും ആർഗൺ 3d10 4s2 ആണ്. അതിൻ്റെ അവസാനത്തെ 3Dയിലും 4sലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 10 + 2, അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 12 ആണ്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ അല്ലെങ്കിൽ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കുന്നത് ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണും ഔട്ടർ മോസ്റ്റിലുള്ള എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണും തൊട്ട് മുമ്പിലുള്ള അതിൻ്റെ ഫ്രണ്ടിലുള്ള ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണും തമ്മിൽ കൂട്ടി കിട്ടുന്ന സംഖ്യയായിരിക്കും എന്തെന്ന് പറയുന്നത്? ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ലെറ്റ്സ് മൂവ് ടു പീരിയോഡിക് ട്രെൻഡ് ഇൻ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണത എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പിയാണ് നോക്കുന്നത്. അയോണീകരണ ഊർജ്ജം എന്താണെന്ന് നോക്കുന്നത്. നമ്മൾ അയോണീകരണ ഊർജ്ജത്തെ പറ്റി, അയണൈസേഷൻ എൻതാൽപ്പിയെ പറ്റി നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. Ionization enthalpy of an element is the minimum amount of energy required to move the most loosely bound electron from the outermost shell of an isolated gaseous atom of the element. വാതക അവസ്ഥയിലുള്ള ഗേഷ്യസ് ആറ്റമായിട്ടുള്ള ഒറ്റപ്പെട്ട ഒരു ആറ്റത്തിൻ്റെ, ഐസൊലേറ്റഡ് ആയിരിക്കുന്ന ഒരു ആറ്റത്തിൻ്റെ ബാഹിതമ ഷെല്ലിൽ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന, മോസ്റ്റ് ലൂസിലി ബൗണ്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ, അതിനെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജത്തെയാണ് നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി, അയോണീകരണ എൻതാൽപ്പി, അയോണീകരണ ഊർജം എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ല്, ഏറ്റവും അവസാനത്തെ ഷെല്ലിലുള്ള മോസ്റ്റ് ലൂസിലി നമുക്ക് പെട്ടെന്ന് എടുത്തു മാറ്റാൻ പറ്റുന്ന ആ ഒരു ഇലക്ട്രോണിനെ മാറ്റാനുള്ള ആ ഒരു എനർജി, ആ ഒരു ഊർജത്തിനെയാണ് നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി, അയോണീകരണ ഊർജം എന്ന് വിളിക്കുന്നത്. Using a periodic table, let us examine how ionization enthalpy varies on moving down a group. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അയോണീകരണ എൻതാൽപ്പിക്ക് ഉണ്ടാകുന്ന മാറ്റം എപ്രകാരമായിരിക്കുമെന്ന് പീരിയോഡിക് ടേബിളിൻ്റെ സഹായത്തോടെ നമുക്ക് പരിശോധിക്കാം. വാട്ട് ഹാപ്പൻസ് ടു ദി നമ്പർ ഓഫ് ഷെൽസ് ഓൺ മൂവിങ് ഡൗൺ എ ഗ്രൂപ്പ്? ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഷെല്ലുകളുടെ എണ്ണത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു? ഷെല്ലുകളുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരും തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. വാട്ട് ഹാപ്പൻസ് ടു ദി അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ന്യൂക്ലിയസ് ഓൺ ദി ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് ആസ് ദി നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ്? ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ ബാഹിതമ ഇലക്ട്രോണുകളിന്മേലുള്ള ന്യൂക്ലിയസിൻ്റെ ആകർഷണ ബലത്തിന് എന്ത് സംഭവിക്കുന്നു? ആകർഷണ ബലം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ എന്താണ്? ന്യൂക്ലിയസിൽ നിന്നുള്ള ദൂരം കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയസിൽ നിന്നുള്ള ദൂരം കൂടുമ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലിരിക്കുന്ന, ബാഹിതമ ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോണുകളുമായിട്ട് എന്താണ്? ന്യൂക്ലിയസിൻ്റെ ആകർഷിക്കാനുള്ള ആ ബലം എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുന്നത്, ഡിക്രീസസ്. ഹൗ ഡസ് ദി ന്യൂക്ലിയർ ചാർജ് വേരി ഓൺ മൂവിങ് ഡൗൺ എ ഗ്രൂപ്പ്? അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയർ ചാർജ് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരും തോറും
ന്യൂക്ലിയർ ചാർജിന് എന്ത് സംഭവിക്കുന്നു? ന്യൂക്ലിയർ ചാർജ് കൂടി വരികയാണ് ചെയ്യുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദി അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ന്യൂക്ലിയസ് ഓൺ ദി ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്? അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ബാഹിതമായ ഇലക്ട്രോണുകളിന്മേലുള്ള ന്യൂക്ലിയസിന്റെ ആകർഷണ ബലത്തിന് എന്ത് സംഭവിക്കും? ഷെല്ലുകളുടെ എണ്ണം കൂടിയപ്പോൾ ആകർഷണ ബലം കുറയുകയാണ് ചെയ്തത്. എന്നാൽ ന്യൂക്ലിയർ ചാർജ് കൂടിയപ്പോൾ ആകർഷണ ബലത്തിന് എന്ത് സംഭവിക്കും? അതും കൂടുകയാണ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദോ നമുക്ക് അതിൽ നിന്ന് അപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡൗൺ എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുകയും അതിനെ ഓവർകം ചെയ്യുവാൻ അതിൻ്റെ സ്വാധീനത്തെ മറികടക്കുന്ന വിധത്തിൽ ഷെല്ലുകളുടെ എണ്ണവും കൂടുന്നു. അപ്പോൾ ഈ ന്യൂക്ലിയർ ചാർജ് ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും കൂടുമ്പോൾ അതിനെ മറികടക്കാൻ, അതിനെ ഓവർകം ചെയ്യാൻ ഷെല്ലുകളുടെ എണ്ണവും കൂടുന്നു. അങ്ങനെയാണെങ്കിൽ മൂവിങ് ഡൗൺ എ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും അയണൈസേഷൻ എൻതാൽപ്പിക്ക് എന്ത് സംഭവിക്കുന്നു? കുറയുകയാണ് ചെയ്യുന്നത്. അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. ഈ സോ ഓൺ മൂവിങ് ഡൗൺ എ ഗ്രൂപ്പ്, നമ്മൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ഡസ് ദി പോസിബിലിറ്റി ഓഫ് ഡൊണേറ്റിംഗ് ദി ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഇൻക്രീസ് ഓർ ഡിക്രീസ്? ബാഹിതമായ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള സാധ്യത ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? കൂടുകയാണ്. ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഡൗൺ എ ഗ്രൂപ്പ്, മുകളിൽ നിന്ന് താഴോട്ട് ഗ്രൂപ്പിൽ വരുന്തോറും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള പോസിബിലിറ്റി കൂടിക്കൂടിയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി എന്താണ്? ഡൗൺ എ ഗ്രൂപ്പ്, മുകളിൽ നിന്ന് താഴോട്ട് ഗ്രൂപ്പിൽ വരുന്തോറും കുറഞ്ഞാണ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. അപ്പോൾ അയോണീകരണ ഊർജത്തിന്, അയോണീകരണ എൻതാൽപ്പി ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും കുറഞ്ഞാണ് വരുന്നത്, ഡിക്രീസ് ചെയ്താണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പീരീഡിൽ അയോണീകരണ എൻതാൽപ്പിക്ക് ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കുമെന്ന് നോക്കാം. ലെറ്റ് us have a look at how ionization enthalpy varies along a period. ഒരു പീരീഡിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Is there any change in the number of shells on moving from left to right in a period? പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റോട്ട് പോകും തോറും ഷെല്ലുകളുടെ എണ്ണത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? അപ്പം നമ്മൾ കോൺഫിഗറേഷൻ എഴുതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇലക്ട്രോണിക് വിന്യാസം എഴുതുമ്പോൾ ഷെല്ലുകളുടെ എണ്ണത്തിന് യാതൊരു മാറ്റവും അവിടെ സംഭവിക്കുന്നില്ല, നോ. പക്ഷേ ഡൗൺ എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ഷെല്ലുകളുടെ എണ്ണം, നമ്മൾ ഇലക്ട്രോൺസ് ഇങ്ങനെ ഓരോ ഷെല്ലിലും ഇലക്ട്രോൺസ് ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകും തോറും മുകളിൽ നിന്ന് താഴോട്ട് ഗ്രൂപ്പിൽ പോകും തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. ഇല്ല, പീരീഡിൽ ഷെല്ലുകളുടെ എണ്ണത്തിന് മാറ്റം സംഭവിക്കുന്നില്ല, കൂടി വരുന്നില്ല. ഡസ് ദി ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്? ന്യൂക്ലിയർ ചാർജ് അവിടെ കൂടുന്നുണ്ടോ? യെസ്, ന്യൂക്ലിയർ ചാർജ് അവിടെ കൂടുന്നുണ്ട്. അതെ, ന്യൂക്ലിയർ ചാർജിന് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. യെസ്. ദോ അങ്ങനെയാണെങ്കിൽ ഒരു പീരീഡിൽ നമ്മൾ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഷെല്ലുകളുടെ എണ്ണത്തിന് യാതൊരു മാറ്റവും സംഭവിക്കത്തില്ല. ഒരു പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ടെങ്കിലും ഷെല്ലുകളുടെ നമ്പറിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ബാഹിതമായ ഇലക്ട്രോണുകളിന്മേലുള്ള ന്യൂക്ലിയസിൻ്റെ ആകർഷണ ബലത്തിന് എന്ത് മാറ്റമുണ്ടാകുന്നു? How does the attractive forces of nucleus on the outermost electrons vary? ബാഹിതമ ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് ന്യൂക്ലിയസിൻ്റെ ആകർഷണ ബലത്തിന് എന്ത് മാറ്റം ഉണ്ടാവും? ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. ന്യൂക്ലിയസിൻ്റെ ആകർഷണ ബലം കൂടുകയാണ് ചെയ്യുന്നത്. ഇഫ് സോ, ആകർഷണ ബലം കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ ഡസ് ദി അയണൈസേഷൻ എൻതാൽപ്പി? അപ്പോൾ അയോണീകരണ എൻതാൽപ്പിക്ക് എന്താ മാറ്റവും ഉണ്ടാവുന്നു? അയോണീകരണ എൻതാൽപ്പി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പിയും കൂടുന്നു, ഇൻക്രീസസ്. അയണീകരണ എൻതാൽപ്പി, അയണീകരണ ഊർജം കൂടുകയാണ് ചെയ്യുന്നത്, കൂടുന്നു. അപ്പോൾ ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണത്തിന് മാറ്റമുണ്ടാകുന്നില്ല. എന്നാൽ ന്യൂക്ലിയർ ചാർജ് ക്രമേണ കൂടുന്നു. ബാഹിതമായ ഇലക്ട്രോണിക് മേലുള്ള ന്യൂക്ലിയസിൻ്റെ ആകർഷണ ബലവും കൂടുന്നു.
അതിനാൽ അയോണീകരണ എൻതാൽപ്പി പീരീഡിൽ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ അയനൈസേഷൻ എൻതാൽപ്പി ഗ്രൂപ്പിലും പീരീഡിലും എങ്ങനെയാണെന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകും തോറും നമ്പർ ഓഫ് ഷെല്ലുകളുടെ എണ്ണം എന്താണ്, കൂടിക്കൂടിയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉള്ള അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണിന് മേലിലുള്ള ന്യൂക്ലിയസിൻ്റെ ആകർഷണ ബലം, അട്രാക്റ്റീവ് ഫോഴ്സ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് മേലിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, കുറവാണ്. ദെൻ ഇവിടെ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടിയാണ് വരുന്നത്. ന്യൂക്ലിയർ ചാർജ് കൂടിയാണ് വരുന്നത്. അവിടുത്തെ ആകർഷണ ബലം എന്ന് പറയുമ്പോൾ കൂടുതലാണ്, ആകർഷണ ബലവും കൂടിയാണ് വരുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി, ആ ഇൻഫ്ലുവൻസിന്, ആ സ്വാധീനത്തെ മറികടക്കാൻ വേണ്ടി ഷെല്ലുകളുടെ എണ്ണവും ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും കൂടുകയും ചെയ്യും. അങ്ങനെ അയനൈസേഷൻ എൻതാൽപ്പി ഓരോ ഗ്രൂപ്പിലും മുകളിൽ നിന്ന് താഴെ, മൂവിങ് ഡൗൺ എ ഗ്രൂപ്പ്, അയനൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞാണ് ഡിക്രീസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ അങ്ങനെയാണ്. ഇനി പീരീഡിൽ എന്താണ് പറഞ്ഞത്, പീരീഡ് 7 പീരീഡ് ഉണ്ട്. ഈ പീരീഡ് നോക്കുമ്പോൾ ഷെല്ലുകളുടെ എണ്ണത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല, പക്ഷേ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള, ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണിന് മേലുള്ള ന്യൂക്ലിയസിൻ്റെ ആകർഷണ ബലവും അട്രാക്റ്റീവ് ഫോഴ്സും കൂടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്തോറും അയനൈസേഷൻ എൻതാൽപ്പി കൂടും. പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും, ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും അയനൈസേഷൻ എൻതാൽപ്പി കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏറ്റവും കുറവ് അയനൈസേഷൻ എൻതാൽപ്പി ഉണ്ടാവുന്നത് സീൽഷ്യത്തിനും ഫ്രാൻസിയത്തിനുമാണ്. അവർക്ക് സീഷ്യത്തിനും ഫ്രാൻസിയത്തിനുമാണ് ഏറ്റവും കുറവ് അയനൈസേഷൻ എൻതാൽപ്പി കാണപ്പെടുന്നത്. Where are the elements having general higher ionization enthalpy placed in the periodic table? അയോണീകരണ എൻതാൽപ്പി പൊതുവെ കൂടിയ മൂലകങ്ങൾ പീരിയോഡിക് ടേബിളിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ടോപ്പ് റൈറ്റ് സൈഡ്, മുകളിലായിട്ട് വലത്ത് ഭാഗത്തായിട്ടായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതലായി അയനൈസേഷൻ എൻതാൽപ്പി ഉള്ള, അയോണീകരണ ഊർജ്ജമുള്ള മൂലകങ്ങളെ കാണാൻ സാധിക്കുന്നത്. ടോപ്പ് റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് വലത്ത് ഭാഗം എല്ലാം എന്താ, പി ബ്ലോക്ക് ആണ്. അപ്പോൾ now it is clear that ionization enthalpy of S block elements is relatively lower than that of elements of other blocks. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായത് എന്താണ്, എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ അയോണീകരണ എൻതാൽപ്പി എന്ന് പറയുന്ന മറ്റ് ബ്ലോക്കിലെ മൂലകങ്ങളെ അപേക്ഷിച്ച് കുറവായിരിക്കും, ലോവർ ആയിരിക്കും. Which family of elements has the highest ionization enthalpy? അയോണീകരണ എൻതാൽപ്പി ഏറ്റവും കൂടുതലുള്ള മൂലക കുടുംബം ഏതായിരിക്കും? നോബിൾ ഗ്യാസസ് ആണ്. ഉത്കൃഷ്ടവാതകങ്ങൾക്കായിരിക്കും ഹയസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി ഉള്ള. ആർക്കാണ്? നോബിൾ ഗ്യാസസ്, ഉത്കൃഷ്ടവാതകങ്ങൾക്ക്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്, എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ. എല്ലാ കൂട്ടുകാരെ, നമുക്ക് കുറച്ച് പ്രത്യേകതകൾ പഠിച്ചാലോ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയാം? You know that alkali metals and alkaline earth metals belong to S block. ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും എസ് ബ്ലോക്ക് മൂലകങ്ങളാണ്. അപ്പോൾ ഗ്രൂപ്പ് 1 ആണ് ആൽക്കലി മെറ്റൽസ്, ആൽക്കലി ലോഹങ്ങൾ. ഗ്രൂപ്പ് 2 ആണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് പറയുന്നത്, എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ദീസ് എലമെൻറ്റ്സ് ഇലക്ട്രോൺസ് ഓഫ് വിച്ച് സബ്ഷെൽ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഇവയിൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലുള്ളവരായിരിക്കും? സിമ്പിള്, എസ് സബ്ഷെല്ലിലുള്ളവരായിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ എന്ത് ചോദ്യം അല്ലേ? അപ്പോൾ NS1 NS2 ആണ് ബാഹ്യതമ ഷെൽ ഇലക്ട്രോൺ വിന്യാസമുള്ള മൂലകങ്ങളിൽ കാണപ്പെടുന്നതെങ്കിൽ, വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1 NS2 ആണെങ്കിൽ നമ്മൾ അവയാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. NS1 ആണ് അവസാനം കാണുന്നതെങ്കിൽ അത് ഗ്രൂപ്പ് 1ഉം NS2 ആണെങ്കിൽ അത് ഗ്രൂപ്പ് 2 ആയിരിക്കും. അതുപോലെ തന്നെ ഹൈഡ്രജൻ 1s1 ആണ് അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം. ഹീലിയം എന്ന് പറയുന്നതും എസ് ബ്ലോക്ക് എലമെൻ്റ് ആണ്. പി ബ്ലോക്കിൻ്റെ മണ്ടയിലായിട്ടാണ് ഹീലിയം കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഹീലിയം പി ബ്ലോക്ക് എലമെൻ്റ് ആണെന്ന്. അല്ല, 1s2 ആണ് അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം വരുന്നത്. സോ ഹീലിയം എന്ന് പറയുന്നത് ഒരു എസ് ബ്ലോക്ക് എലമെൻ്റ് ആണ്. When S block elements take part in chemical reaction, the electrons of outermost S subshell are
എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ ബാഹിതമായ എസ് ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ എന്താണ് ചെയ്യുക? അവർ വിട്ടുകൊടുക്കുകയാണ്. അവരങ്ങ് ഭയങ്കര ധ്യാനശീലർ, അവരങ്ങ് ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ NaClൻ്റെ MgOയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാമല്ലോ. Mgയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം, NAയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. നമുക്ക് ക്ലോറിൻ Clൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയാം -1. അങ്ങനെയാണെങ്കിൽ NAയുടെ ഓക്സിജൻ അവസ്ഥ എന്തായിരിക്കും? +1 ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 0 കിട്ടണം. അപ്പോൾ NAയുടെ +1 ആണ്. Mg ആണ് ഇവിടുത്തെ എസ് ബ്ലോക്ക് എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ ഓക്സിജൻ അവസ്ഥ -2 ആണ്. അങ്ങനെയെങ്കിൽ Mgയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? +2 ആയിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 എക്സിബിറ്റ് +1 ആൻഡ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് റെസ്പെക്റ്റീവ്ലി. ഒന്നാം ഗ്രൂപ്പിലെ ഗ്രൂപ്പ് 1ലെയും രണ്ടാം ഗ്രൂപ്പിലെ ഗ്രൂപ്പ് 2ലെയും മൂലകങ്ങൾ യഥാക്രമം +1ഉം +2 ഓക്സിജൻ അവസ്ഥകളാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളായ ഒന്നാം ഗ്രൂപ്പ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റും രണ്ടാം ഗ്രൂപ്പ് ഗ്രൂപ്പ് 2 +2 ഓക്സിജൻ അവസ്ഥകളുമായിരിക്കും പ്രകടിപ്പിക്കുന്നത്. പൊതുവേ നമ്മുടെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എല്ലാം ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്, സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. പക്ഷേ സീഷ്യം എന്ന് പറയുന്നത് 55 അറ്റോമിക്. സീഷ്യം എന്ന് പറയുന്ന ഒരു മെറ്റലാണ്, അതൊരു ലോഹമാണ്. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വെരി ലോ ആണ്, ഹാവിങ് വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതിൻ്റെ ഉരുകൽ നില എന്ന് പറയുന്നത് വളരെ കുറവാണ്, 28.40 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ഉള്ളൂ സീസിയത്തിൻ്റെ ഉരുകൽ നില, മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയാം. അത്രയ്ക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് അന്തരീക്ഷ താപനില കൂടുതലുള്ള ദിവസങ്ങളിൽ, വാം ഡേയ്സിൽ ഈ സീഷ്യം കാണപ്പെടുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും, ദ്രാവക അവസ്ഥയിലായിരിക്കും സീഷ്യം കാണപ്പെടുന്നത്. ഇനി റേഡിയോ ആക്റ്റീവ് സ്വഭാവമുള്ള 2 എലമെൻറ്റ്സ് എസ് ബ്ലോക്കിലുള്ളത് ഫ്രാൻസിയം റേഡിയവുമാണ്. ഫ്രാൻസിയം റേഡിയവുമാണ് എസ് ബ്ലോക്കിലെ റേഡിയോ ആക്റ്റീവ് സ്വഭാവം കാണിക്കുന്ന 2 മൂലകങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പി ബ്ലോക്ക് എലമെൻസിൻ്റെ പ്രത്യേകതകളാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്, പി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകത. നോട്ടീസ് ദി ഗിവൻ പോർഷൻ ഓഫ് ദി പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഭാഗമാണ്, പി ബ്ലോക്കിൻ്റെ ആ ഒരു ഭാഗമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാവുന്നുണ്ട്? അതാണ്ട് ഈ കളർ വെച്ച് എന്തൊക്കെ മനസ്സിലായി? ഈ ബ്ലൂ കാണിച്ചേക്കുന്നവരെല്ലാം എന്താണ്? ലോഹങ്ങളാണ്, മെറ്റൽസ് ആണ്. ഇനി ഒരു ലൈറ്റ് പച്ച കളറിൽ കാണിച്ചിരിക്കുന്ന ഇവരെല്ലാവരും എന്താണ്? അലോഹങ്ങളാണ്, നോൺ മെറ്റൽസ് ആണ് ഇവരെല്ലാം. ഇനി അതിനകത്ത് അവർ രണ്ടുപേരും കൂടാതെ വേറെ ആൾക്കാരുണ്ട്. ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്ന ഇവരെല്ലാം എന്താ? ഉപലോഹങ്ങളാണ്, മെറ്റലോയിഡ്സ് ആണ്. മെറ്റൽ സ്വഭാവം കാണിക്കുന്നുണ്ട്, നോൺ മെറ്റൽ സ്വഭാവം കാണിക്കുന്നു. ലോഹ സ്വഭാവം അലോഹ സ്വഭാവം കാണിക്കുന്നവരാണ് ഈ മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. അവരാണ് ഈ ഓറഞ്ച് ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഒരു പിങ്ക് ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നവരാണ് നോബിൾ ഗ്യാസസ്, ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുന്നതാണ്. ഈ 18ാമത്തെ ഗ്രൂപ്പിലുള്ളവരാണ് എന്ത്? ഉത്കൃഷ്ടവാതകങ്ങൾ, നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. വിച്ച് ആർ ദി ഗ്രൂപ്പ്സ് ദാറ്റ് ഇൻക്ലൂഡഡ് ഇൻ പി ബ്ലോക്ക് എലമെൻറ്റ്സ്? പി ബ്ലോക്ക് മൂലകങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? 13 മുതൽ 18 വരെയുള്ളതാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകാരാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഇൻക്ലൂഡ് മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. പി ബ്ലോക്ക് മൂലകങ്ങളിൽ ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്. ദീസ് എലമെൻറ്റ്സ് എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്സ്. ഈ മൂലകങ്ങൾ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ കാണപ്പെടുന്നുണ്ട്. പക്ഷേ എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഏത് അവസ്ഥയിലേ കാണത്തുള്ളൂ? ജനറലി പൊതുവെ അവർ ഖരാവസ്ഥയിൽ, സോളിഡ് സ്റ്റേറ്റിൽ മാത്രമേ കാണപ്പെടുത്തുള്ളൂ. ഇവിടെയുള്ള പി ബ്ലോക്ക് എലമെൻറ്റ്സ്, പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സിഡേഷൻ അവസ്ഥ അല്ലെ ഓക്സീകരണ അവസ്ഥ എന്താണെന്ന് നോക്കാൻ പോകുന്നത്. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ +1 ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്ലൂറിൻ്റെ എന്താണ്? -1 ആണ്. ഫ്ലൂറിൻ -1 ആണ്. ഓക്കെ, ഓക്സിജൻ്റെ നമുക്കറിയാം -2 ആണെന്നല്ലേ. ഇവിടെ നമുക്ക് അലൂമിനിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 2x എന്ന് എഴുതാം. ഇതിൽ കൂടെ അലൂമിനിയത്തിൻ്റെ അറിയാത്തതുകൊണ്ട് അവനെ എക്സ് എന്ന് വിളിക്കുന്നു. 2 അലൂമിനിയം ഉണ്ടായതുകൊണ്ട് 2x പ്ലസ്, അടുത്ത ലോഹത്തിലേക്ക് പോകുമ്പോൾ പ്ലസ് ആണ് നമ്മൾ ഇടുന്നത്. പിന്നെ ഓക്സിജൻ -2 ആണ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ ഇവിടെ 3 ഓക്സിജൻ ഉണ്ട്. 2 3 = 0.
then 2x minus 6 equals 0, then x equal minus 6 അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 6 ആവും. അപ്പോൾ 6/2 ആവും ഈക്വൽ നമുക്ക് അലൂമിനിയത്തിൻ്റെ +3 എന്ന് കിട്ടും. എത്ര കിട്ടും? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. +3 അലൂമിനിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3. ഇത് അലൂമിനിയവും ഓക്സിജനും പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഇനി സൾഫറും ഓക്സിജനും -2 ആണ് സൾഫറിൻ്റെ. അപ്പോൾ -2 × 2 എക്സ് പ്ലസ്, നമുക്കറിയാത്തതുകൊണ്ട് എക്സ് എന്ന് വിളിക്കുന്നു സൾഫറിൻ്റെ, എക്സ് പ്ലസ് -2 × 2 ഈക്വൽ 0. 2 ഓക്സിജൻ ഉണ്ടായുണ്ട് ഈക്വൽ 0. അപ്പോൾ നമുക്ക് എക്സ് എന്നുള്ളത് എക്സ് ഈക്വൽ +4 എന്ന് കിട്ടും. എക്സ് ഈക്വൽ +4. അങ്ങനെയാണ് ഈ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? +4 ആണ്. +4 ആണ്. അപ്പോൾ ഇവിടെ ഫ്ലൂറിൻ്റെ -1 ആയിരുന്നു, അലൂമിനിയത്തിൻ്റെ +3 ആയിരുന്നു, ഓക്സിജൻ്റെ -2 ആയിരുന്നു, സൾഫറിൻ്റെ +4 ആയിരുന്നു. അപ്പോൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ പി ബ്ലോക്ക് മൂലകങ്ങൾ പോസിറ്റീവ് ഓക്സിജൻ അവസ്ഥയും നെഗറ്റീവ് ഓക്സിജൻ അവസ്ഥയും പ്രദർശിപ്പിക്കുന്നു. പി ബ്ലോക്കിൽ ഒരു എലമെൻ്റ് ആണ് ഗാലിയം. 13ാമത്തെ ഗ്രൂപ്പിൽ ബോറോൺ അലൂമിനിയം കഴിഞ്ഞാണ് ഗാലിയം വരുന്നത്. ഗാലിയം ഈസ് ആൻ എലമെൻറ്റ് ഹാവിങ് വെരി ലോ മെൽറ്റിംഗ് പോയിൻറ്റ് ഓൺ വാം ഡേയ്സ് ഇറ്റ് എക്സിറ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. ഗാലിയം എന്ന് പറയുന്ന മൂലകം വളരെ കുറഞ്ഞ ഉരുകൽ നിലയുള്ള ഒരു മൂലകമാണ് ഗാലിയം എന്ന് പറയുന്നത്. അതും അന്തരീക്ഷ താപനില കൂടുതലുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ വാം ഡേയ്സിൽ ദ്രാവക അവസ്ഥയിലാണ് ഗാലിയവും കാണപ്പെടുന്നത്, ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. എസ് ബ്ലോക്കിൽ നമ്മൾ ആറ് കേസായിരുന്നു പഠിച്ചത്, സീഷ്യത്തിൻ്റെ കേസായിരുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് എസ് ബ്ലോക്കും പി ബ്ലോക്കിനെയും മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്? പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നാണ് എസ് ബ്ലോക്കിനെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും വിളിക്കുന്നത്. എന്താണ്? പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ അഥവാ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്നാണ് എസ് ബ്ലോക്കിനെയും പി ബ്ലോക്ക് എലമെൻറ്റ്സിനെയും വിളിക്കുന്നത്. Is the ionization enthalpy lower for S block elements or P block elements? Explain. എസ് ബ്ലോക്കിലെ മൂലകങ്ങൾക്കാണോ അതോ പി ബ്ലോക്കിലെ മൂലകങ്ങൾക്കാണോ അയോണീകരണ എൻതാൽപ്പി കുറവുള്ളത് വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരികയാണ്. അടുത്ത ക്ലാസ്സിൽ ലെറ്റസ് അസിസിനോടൊപ്പം ഞാൻ ഇതിന് ചോദ്യത്തിന് ഉത്തരം നൽകുന്നതായിരിക്കും. അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നിങ്ങൾ നോക്കാം. അപ്പം നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രത്യേകത ഡി ബ്ലോക്ക് എലമെൻസിനെ പറ്റിയാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. എന്താണ്? ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ. നമുക്കറിയാം ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. സംക്രമണ മൂലകങ്ങൾ എന്നാണല്ലോ അറിയപ്പെടുന്നത്. ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളാണ് അവ ഉൾപ്പെടുന്നത്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകാരാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്, ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അവസാനത്തെ ഇലക്ട്രോണ് നമ്മുടെ വാലൻസ് ഷെല്ലിൻ്റെ തൊട്ട് മുന്നിലുള്ള പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് നിറയുന്നത്. ബാഹ്യതമ ഷെല്ലിൻ്റെ തൊട്ട് മുന്നിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ഡി ബ്ലോക്ക് എലമെൻറ്റ്സും മെറ്റൽസ് ആണ്, ലോഹങ്ങളാണ്. എന്താണ്? ലോഹങ്ങളാണ്. എക്സാമിൻ സം അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ മറ്റു ചില പ്രത്യേകതകൾ കൂടി പഠിക്കാം. You have learned that elements of the same group show similarities in properties. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ ഗുണങ്ങളിലും സാദൃശ്യം കാണിക്കുന്നുണ്ട്. സെയിം ഗ്രൂപ്പിലുള്ള ആൾക്കാർ സിമിലാരിറ്റി അവരുടെ സ്വഭാവത്തിലും പ്രോപ്പർട്ടീസിലും അവർ സിമിലാരിറ്റി സാദൃശ്യം കാണിക്കുന്നുണ്ടെന്ന്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഓൾസോ ഷോ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഇൻ ദർ കറസ്പോണ്ടിങ് ഗ്രൂപ്പ്സ്. ഡി ബ്ലോക്ക് മൂലകങ്ങളും ഇവ കാണിക്കുന്നുണ്ട്. ഡി ബ്ലോക്ക് മൂലകങ്ങളും അതാത് ഗ്രൂപ്പുകളിലെ ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നവയാണ്. ഡി ബ്ലോക്ക് ഗ്രൂപ്പുകളും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലെ സിമിലാരിറ്റീസ് അവരുടെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. നമുക്കെന്നാൽ 4ാമത്തെ പീരീഡ് തൊട്ടാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 4ാമത്തെ പീരീഡിൽ വരുന്ന ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ്, സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം തന്നിട്ടുണ്ട്. ഒന്ന് നോക്കാം. ഗ്രൂപ്പ് 3 മുതൽ 12 വരെ ഉള്ളവരാണല്ലോ നമ്മുടെ ഡി ബ്ലോക്ക് മൂലകങ്ങൾ, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെ 4ാമത്തെ പീരീഡിൽ വരുന്ന എലമെൻറ്റ്സ് മൂലകങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അവർ വരുന്ന ഓരോ ഗ്രൂപ്പ് നമ്പരും സ്കാൻഡിയം 3rd ഗ്രൂപ്പിലാണ്, ടൈറ്റാനിയം 4th ഗ്രൂപ്പിലാണ്, വനേഡിയം 5ാമത്തെ ഗ്രൂപ്പിലാണ്, ക്രോമിയം 6ാമത്തെ ഗ്രൂപ്പിലാണ്, മാഗ്നീസ് 7ാമത്തെ ഗ്രൂപ്പിലാണ്,
അയൺ Fe 8ാമത്തെ ഗ്രൂപ്പിലാണ്, കോബാൾട്ട് CO 9ാമത്തെ ഗ്രൂപ്പിലാണ്, നിക്കൽ 10ാമത്തെ ഗ്രൂപ്പിലാണ്, Cu കോപ്പർ 11ാമത്തെ ഗ്രൂപ്പിലാണ്, സിങ്ക് 12ാമത്തെ ഗ്രൂപ്പിലും. അതുപോലെ തന്നെ അവർ ഔട്ടർ ഇലക്ട്രോണിക് വിന്യാസം നമുക്ക് തന്നിട്ടുണ്ട്. സ്കാൻഡിയം 21 തൊട്ടാണ് തുടങ്ങുന്നത്, അപ്പോൾ 21 സ്കാൻഡിയം, അപ്പോൾ 3D1 4s2 എന്ന് വരും. ടൈറ്റാനിയം 22 അറ്റോമിക് നമ്പർ, അപ്പോൾ 3D2 4s2 എന്ന് വരും. വനേഡിയം 3D3 4s2 എന്ന് വരും, 23 അറ്റോമിക് നമ്പർ. ക്രോമിയം വരുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നു, അതിൻ്റെ ഇലക്ട്രോണിക് വിന്യാസത്തിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ, ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രോൺ അത് ജമ്പ് ചെയ്ത് ഡി സബ്ഷെല്ലിൽ ഇരിക്കും. അങ്ങനെ ക്രോമിയത്തിൻ്റെ 3D5 4s1 ആണ്, 3D5 4s1. മാഗ്നീസ് 7ാമത്തെ ഗ്രൂപ്പിലാണ്, അപ്പോൾ 25 അറ്റോമിക് നമ്പർ, അപ്പോൾ 3D5 4s2. Fe 26 3D6 4s2. കോബാൾട്ട് CO 27 3D7 4s2. നിക്കൽ 28 3D8 4s2. കോപ്പർ 29 അതിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു പ്രത്യേകതയുണ്ട്, അതും കംപ്ലീറ്റ്ലി ഫിൽഡ്, മൊത്തത്തിൽ നിറഞ്ഞിരിക്കാൻ വേണ്ടി, സ്ഥിരത നേടാൻ വേണ്ടി ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്ത് ഡി സബ്ഷെല്ലിൽ അങ്ങനെ 3D10 4s1 എന്ന് വരും കോപ്പറിൻ്റെ 3D10 4s1. സിങ്ക് എന്ന് പറയുമ്പോൾ 30 അറ്റോമിക് നമ്പർ, അപ്പോൾ 3D10 4s2. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 4s1. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് ഇവരുടെ കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. നമുക്ക് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെ കേസിൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ? 4s1 വരുന്നുള്ളൂ അല്ലേ? അത് നമ്മൾ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുക, സ്ഥിരത കൈവരിക്കാനാണ് അവരുടെ കോൺഫിഗറേഷൻ. നമ്മൾ ആ ഒരു രീതിയിൽ ആ ഫിൽഡ് പകുതി ഫില്ലായിട്ടും മൊത്തത്തിൽ ഫില്ലായതും മൊത്തത്തിൽ നിറഞ്ഞതുമായിട്ട് കംപ്ലീറ്റ്ലി ഫിൽഡായിട്ട് അവരുടെ കോൺഫിഗറേഷൻ എഴുതിയിരിക്കുന്നത്. സോ ഇതിന് രണ്ടുപേരും ക്രോപ്പറിനും ക്രോമിയത്തിനും മാത്രമേ എന്താണ് 4s1 ഉള്ളൂ. കോപ്പർ എന്ന് പറയുമ്പോൾ 29 അറ്റോമിക് നമ്പർ, 29. ക്രോമിയം എന്ന് പറയുമ്പോൾ 24. സോ ഇവർക്ക് രണ്ടുപേർക്കും 4s1 വരുന്നത്. പിന്നെ ക്രോമിയം 24 3D5 വരുന്നത്. ഓക്കെ, കോപ്പർ 29, അപ്പോൾ ഇവിടെ 3D10 വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ആർഗണിൻ്റെ നോബിൾ ഗ്യാസ് ആയ ആർഗൺ കൊടുക്കാം. ആർഗൺ വരുമ്പോൾ 1s2 2s2 2p6 3s2 3p6 എന്ന് വരും. അതാണ് ആർഗൻ്റെ കോൺഫിഗറേഷൻ. അപ്പോൾ അത്രയാണ് കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം വരുന്നത്. അപ്പോൾ ഇവിടെ 21 തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ആർഗൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം പോലെ തന്നെയാണ് വരുന്നത്. ബാക്കിയാണ് നമ്മളിവിടെ കാണിച്ചത്. അപ്പോൾ 21 വരുമ്പോൾ എന്താണ്? 3D1 വരും. നോക്ക്, 3D1 4s2. ബാക്കി എല്ലാത്തിനും 4s2 ആണ്. കാരണം 4s സബ്ഷെൽ നിറഞ്ഞിട്ടാണ് 3D സബ്ഷെല്ലിലേക്ക് വരുന്നത്. അപ്പോൾ ബാക്കി എല്ലാത്തിനും ക്രോമിയോ കോപ്പറോ വെച്ച് ബാക്കി എല്ലാം എന്താണ്? 4s2 ആണ്. ഓക്കെ, ഇനി 22ാമത്തെ എലമെൻ്റ് ആണ് ടൈറ്റാനിയം. അപ്പോൾ 3Dയുടെ അവിടെ എന്താണ്? 2, 3D2 4s2. 23ാമത്തെ എലമെൻ്റ് ആണ് വനേഡിയം. അപ്പോൾ 3D3 4s2. ക്രോമിയത്തിൻ്റെ കേസ് വരുമ്പോൾ 3D5 4s1 ആണ്. 25 മാഗ്നീസ്. ഓക്കെ, 25 മാഗ്നീസ്. അപ്പോൾ 25 3D5 4s2. 26 അയൺ, 26 അയൺ. അപ്പോൾ 3D6 4s2. 27 കോബാൾട്ട്. അപ്പോൾ എന്ത് വരും? 3D7 എന്ന് വരും, 4s2. നിക്കൽ 28. അപ്പോൾ എങ്ങനെ വരും? 3D8 4s2 എന്ന് വരും. കോപ്പർ ഒരു പ്രത്യേകതയുള്ള ഇലക്ട്രോണിക് വിന്യാസമാണ്, അപ്പോൾ അതിൻ്റെ 3D10 4s1 ആണ്. ഇനി സിങ്ക് വരുമ്പോൾ 30. അപ്പോൾ എന്ത് വരും? 3D10 4s2 എന്ന് വരും, 3D10 4s2. അപ്പോൾ അറ്റോമിക് നമ്പർ അനുസരിച്ച് നമുക്ക് ഇവരുടെ ഇലക്ട്രോണിക് വിന്യാസം പൂർത്തീകരിക്കാൻ സാധിക്കും. 21 ആണെങ്കിൽ ഡി സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ, 22 ആണെങ്കിൽ ഡി സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ, 23 ആണെങ്കിൽ ഡി സബ്ഷെല്ലിൽ 3 ഇലക്ട്രോൺ. അങ്ങനെയാണ് പോകുന്നത്. എക്സെപ്ഷൻ കേസ് വരുന്ന 6 കേസ് മാത്രമേ ഉള്ളൂ. ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കേസ് മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് ദി ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദീസ് എലമെൻറ്റ്സ് എക്സ്ക്ലൂഡിങ് ക്രോമിയം ആൻഡ് കോപ്പർ? ഇവയുടെ ബാഹ്യതമ സബ്ഷെല്ലിലെ ഇലക്ട്രോണിക് വിന്യാസം എന്താണ്? കോപ്പറും ക്രോമിയവും ഒഴികെ എന്താണ്? എല്ലാത്തിൻ്റെയും കോപ്പറിൻ്റെയും ക്രോമിയം ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെ എന്താണ്? 4s2 ആണ്. എന്താണ്? 4s2 ആണ്, 4s2.
Similarly, the outermost subshell electronic configuration of the elements of the fifth period will be generally 5s2. ഇത് ഫോർത്ത് പീരീഡ് ആയിരുന്നു. അതിൻ്റെ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിന്യാസം എന്ന് പറയുന്നത് 4s2 ആണ്. അതുപോലെ തന്നെയാണ് അഞ്ചാമത്തെ പീരീഡിലെ മൂലകങ്ങളുടെ അവസാനത്തെ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബാഹിതമ സബ്ഷെല്ലിലെ ഇലക്ട്രോണിക് വിന്യാസം എന്ന് പറയുന്നതും 5s2 ആണ്. അപ്പോൾ നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദി ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എലോങ് എ പീരീഡ് ഈസ് ജനറലി ദി സെയിം, ദാറ്റ് ഈസ് NS1 to 2 ആയിരിക്കും. അതായത് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ അഥവാ ട്രാൻസിഷൻ എലമെൻറ്റ്സ് സംക്രമണ മൂലകങ്ങളുടെ ബാഹിതമ സബ്ഷെല്ലുകളുടെ ഇലക്ട്രോണിക് വിന്യാസം, ഔട്ടർമോസ്റ്റ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം ഒരേ പീരീഡിൽ പൊതുവെ ഒരുപോലെയാണ്. ഒരേ പീരീഡിൽ എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും. ഇനി സിക്സ്ത് പീരീഡ് എടുത്ത് നോക്കിയാലും നമുക്ക് ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബാഹിതമ സബ്ഷെല്ലിലെ ഇലക്ട്രോണിക് വിന്യാസം 6s2 എന്നായിരിക്കും കിട്ടുന്നത്. സെവൻത് പീരീഡ് നോക്കുമ്പോൾ 7s2 എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഏതൊരു പീരീഡിലെയും ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഒരേ പീരീഡിൽ പൊതുവെ ഒരുപോലെ ആയിരിക്കും. അതായത് NS1 to 2 ആയിരിക്കും. എലോങ് എ പീരീഡ് ഈസ് ജനറലി ദി സെയിം ആയിരിക്കും. Therefore, they show similarities in properties not only within the groups but also along the periods. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവർ ഗ്രൂപ്പിൽ മാത്രമല്ല സിമിലാരിറ്റീസ് കാണിക്കുന്നത്, അവർ പീരീഡിലും സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. അതിനാൽ ഇവ ഗ്രൂപ്പിൽ മാത്രമല്ല പീരീഡിലും ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നുണ്ട്. ഗ്രൂപ്പിൽ മാത്രമല്ല പീരീഡിലും ഗുണങ്ങൾ സാദൃശ്യം കാണിക്കുന്നുണ്ട്. ആര്? ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. എന്തുകൊണ്ട്? അവരുടെ ബാഹിതമ സബ്ഷെല്ലിലെ ഇലക്ട്രോണിക് വിന്യാസം ഒരേ പീരീഡിൽ പൊതുവെ ഒരുപോലെയാണ്. എലോങ് എ പീരീഡ് അവരുടെ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ജനറലി ദി സെയിം ആയിരിക്കും. എന്നാൽ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പൊതുബാഹിതമ ഇലക്ട്രോണിക് വിന്യാസം എസ് ബ്ലോക്കിൻ്റെയും പി ബ്ലോക്കിൻ്റെയും ഡി ബ്ലോക്കിൻ്റെയും ഇവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്നൊരു അറിവിന് വേണ്ടി നോക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണ അവസ്ഥ. ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡ് എന്ന് പറയുന്നത് അയൻ്റെ രണ്ട് ക്ലോറൈഡുകളാണ് ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡും. ഈ ഫെറസ് ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ FeCl2 ആണ്. ഫെറസ് എന്ന് പറയുമ്പോൾ FeCl2 2 ക്ലോറിൻ വരുമ്പോൾ. ഫെറിക് എന്ന് പറയുമ്പോൾ 3 ക്ലോറിൻ വരുമ്പോൾ FeCl3 ആണ് ഫെറിക് ക്ലോറൈഡ്. നമുക്ക് ഇതിലെ Feയുടെ രണ്ട് കേസിലുള്ള Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്സീകരണ അവസ്ഥ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടുപിടിച്ചാലോ? അപ്പോൾ FeCl2 ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്സീകരണ അവസ്ഥ -1 ആണ് നമുക്കറിയാം. -1 +2 എന്ന് വരും Feയുടെ അല്ലേ. എക്സ് എന്ന് കൊടുക്കാം Feക്ക് +-1 × 2 = 0. റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് x = +2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ FeCl2ലെ Fe എന്ന് പറയുന്ന അയൻ്റെ ഓക്സീകരണ അവസ്ഥ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. അതുപോലെ തന്നെ FeCl3 -1 ആണ്. അപ്പോൾ -1 × 3 അപ്പോൾ -3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ Fe എത്ര വരണം? +3 വരണം. എന്നാലേ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 0 കിട്ടത്തുള്ളൂ. അപ്പോൾ FeCl3യിലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി Fe എന്താണ്? ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് Fe എന്താണ്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥയാണ് Fe അയണും പ്രകടമാക്കുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വാട്ട് ഈസ് ദി റീസൺ ഫോർ ദിസ്? ഇതിന് കാരണം എന്തായിരിക്കും? നമുക്ക് നോക്കാം. ഇത് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് Fe26. അയൺ 26ൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം തന്നിട്ടുണ്ട്. 1s2 2s2 2p6 3s2 3p6 3d6 4s2. ഓക്കെ, ഹൗ ഡസ് ഇറ്റ് ചേഞ്ച് ടു Fe2+?
Fe2+ ആവുകയാണെങ്കിൽ അതെങ്ങനെ ചേഞ്ച് ചെയ്യും? 2 ഇലക്ട്രോൺ അതിൽ നിന്ന് നഷ്ടപ്പെടും. 2 ഇലക്ട്രോൺ എവിടെ നിന്നാണ് നഷ്ടപ്പെടുന്നത്? 4s നിന്നാണ് നഷ്ടപ്പെടുന്നത് അല്ലേ? 2 ഇലക്ട്രോൺ എവിടെ നിന്ന് നഷ്ടപ്പെടും? 4s നിന്ന് നഷ്ടപ്പെടും. അപ്പോൾ അവിടുത്തെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 3d6. 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കോൺഫിഗറേഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ Feക്ക് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടണമെങ്കിൽ ഇനി FeCl3യിൽ എങ്ങനെയായിരിക്കും Feക്ക് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടുന്നത്? FeCl3യിൽ Feക്ക് +3 ഓക്സിജൻ അവസ്ഥ ലഭിക്കുന്നത് എങ്ങനെയായിരിക്കും? അത് എന്താ സംഭവിക്കുന്നത്? ഇതാണ് നമ്മുടെ നോർമലായിട്ട് നമ്മുടെ Fe26ൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇതിൽ നിന്ന് 3 ഇലക്ട്രോൺസ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ 4s നിന്ന് 2 ഇലക്ട്രോൺ പോകും. പിന്നെ ഇനി ബാക്കി 1 ഇലക്ട്രോണും കൂടെ പോകും. അതെവിടെ നിന്നാണ്? 3D എന്നാണ് പോകുന്നത്. എവിടെ നിന്നാണ് പോകുന്നത്? 3D എന്നാണ് പോകുന്നത്. ഫ്രം വിച്ച് സബ്ഷെൽസ് ആർ ദി ഇലക്ട്രോൺസ് ലോസ്റ്റ്? ഏതെല്ലാം സബ്ഷെല്ലുകളിൽ നിന്നാണ് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നത്? 4s നിന്നും 3D നിന്നും. ഏതിൽ നിന്നൊക്കെയാണ്? 4s നിന്നും 3D നിന്നും. There is only a slight difference between the energies of the outermost S subshell 4s and the penultimate D subshell 3D. ബാഹ്യതമായ S സബ്ഷെല്ലിനും അതുപോലെ തന്നെ തൊട്ടുള്ളിലുള്ള D സബ്ഷെല്ലിനും ഊർജങ്ങളിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവരുടെ എനർജീസ് തമ്മിൽ സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 4s നിന്ന് 4s നിന്ന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതിനൊപ്പം അതിൻ്റെ കൂടെ 1 ഇലക്ട്രോൺ, 3rd ഇലക്ട്രോൺ എവിടെ നിന്നാണ് നഷ്ടപ്പെടുന്നത്? 3D നിന്നാണ് നഷ്ടപ്പെടുന്നത്. 3D നിന്നാണ് നഷ്ടപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 3d5 എന്ന് വരും. 3 ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ 4s നിന്ന് 2 ഇലക്ട്രോൺ പോകുന്നു. പിന്നെ 3rd ഇലക്ട്രോൺ, മൂന്നാമത്തെ ഇലക്ട്രോൺ 3d6 നിന്നാണ് പോകുന്നത്. അപ്പോൾ 3d5 എന്ന് വരും. ദ അറ്റോമിക് നമ്പർ ഓഫ് മാഗ്നീസ് Mn is 25. മാഗ്നീസിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 25 ആണ്. ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് മാഗ്നീസ് ആർ ഗിവൺ ഇൻ ദി ടേബിൾ 3.14. താഴെ തന്നിരിക്കുന്ന ടേബിളിൽ മാഗ്നീസിൻ്റെ വിവിധ സംയുക്തങ്ങളിലാണ് നൽകിയിരിക്കുന്നത്. ഡിറ്റർമൈൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Mn ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ. Mnൻ്റെ ഓക്സീകരണ അവസ്ഥ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് പല കേസിലും പല സംയുക്തത്തിലും ഉള്ളത് ഡിറ്റർമൈൻ ചെയ്ത് കണ്ടുപിടിച്ച് ടേബിൾ പൂർത്തീകരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. കോമ്പൗണ്ട് സംയുക്ത MnCl2 തന്നിട്ടുണ്ട്. അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് Mnൻ്റെ +2 ആണ്. കാരണം ക്ലോറിൻ എന്ന് പറയുന്നത് -1 ആണ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമുക്ക് +2 എന്ന് മാഗ്നീസിന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ Mn ആയതുകൊണ്ട് Mn2+ ആയതുകൊണ്ട് സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം വരുന്നത് 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ 1s2 2s2 2p6 3s2 3p6 3d5 എന്നാണ് വരുന്നത്. നോർമൽ Mn ആറ്റത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 3d5 4s2 എന്നായിരുന്നു വരുന്നത്. 3d5 4s2 എന്നാണ് വരുന്നത്. Mn2+ ആകുമ്പോൾ 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു 4s നിന്ന്. അപ്പോൾ 1s2 2s2 2p6 3s2 3p6 3d5 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ MnO2ൻ്റെ കണ്ടുപിടിക്കാൻ ഓക്സിജൻ്റെ -2 ആണ്. അപ്പോൾ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ MnO2ൽ -4 ആണ്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 0 കിട്ടണം. അപ്പോൾ ഇവിടുത്തെ +4 ആണ് ആരുടെ? മാഗ്നീസിൻ്റെ +4 ആണ്. അപ്പോൾ 4 ഇലക്ട്രോൺ കളഞ്ഞിട്ട് വേണം നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതാൻ. അപ്പോൾ എഴുതാം 1s2 2s2 2p6 3s2
3p6 3p6 അവിടെ വരെ എഴുതി നിർത്തുക. നമ്മുടെ നോർമൽ mn ആറ്റത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ 1s2 2s2 2p6 3s2 3p6 3d5 4s2 കൂടെ വരും അല്ലേ. അപ്പോൾ ഇവിടെ 4 ഇലക്ട്രോണാണ് കളയേണ്ടത്. അപ്പോൾ ആദ്യം എവിടെ നിന്ന് കളയണം? 4sൽ നിന്ന് 2 ഇലക്ട്രോൺ കളയുന്നു. ഇനിയും ബാക്കി 2 ഇലക്ട്രോൺ ഉണ്ട്. അത് എവിടെ നിന്ന് കളയണം? ഈ 3d നിന്ന് കളയണം. അപ്പോൾ 5ൽ നിന്ന് 2 ഇലക്ട്രോൺ കളയുമ്പോൾ 3. അപ്പോൾ 3d3 എന്ന് കിട്ടും. 3d3 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. നെക്സ്റ്റ് Mn2O3 ഓക്സിജൻ്റെ -2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ -6 ഉണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം 2x പ്ലസ് -6 എങ്ങനെയായിരുന്നത്? -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ 3 ഓക്സിജൻ ഉണ്ടായിരുന്നു. -2 × 3 അപ്പോൾ -6 = 0. Then 2x = 0. 2x = 6. Therefore x = 6/2 എന്ന് ചെയ്യാം. 6/2 = 3 എന്ന് കിട്ടും. 3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സിജൻ അവസ്ഥ എത്രയാണ്? +3 ആണ്. +3 എന്ന് കിട്ടും. അപ്പം അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതാമല്ലോ. എങ്ങനെയാണ്? 4sൽ നിന്ന് 2 ഇലക്ട്രോൺ പോകുന്നു. ബാക്കി 1 ഇലക്ട്രോണ് 3d5 നിന്ന് പോകുമ്പോൾ 3d4 എന്ന് കിട്ടും. അപ്പോൾ 1s2 2s2 ബാക്കിയല്ല അതുപോലെ തന്നെ 2p6 3s2 3p6 3d4 എന്ന് വരും. ഇനി അടുത്ത Mn2O7 ആണ്. അപ്പോൾ 2x നമ്മൾ എക്സ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? എമ്മിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് അതിനെ എക്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ 2x വരാൻ കാരണം എന്താണ്? ഇവിടെയൊക്കെ കാരണം അവിടെ 2 mn ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ 2x കൊടുത്തത്. പ്ലസ് അടുത്ത ആറ്റത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്ലസ് ഇടണം. പ്ലസ് ഓക്സിജൻ്റെ -2 ആണ്. അപ്പോൾ -2 × 7 വരും. 7 എണ്ണം ഉണ്ട്. = 0. Therefore റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് x = -2 × 7 എന്ന് പറഞ്ഞാൽ 14 ആണ്, 14. 14/2 എന്ന് വരും. +7 നമുക്ക് കിട്ടും. +7. അപ്പോൾ ഇവിടുത്തെ mnൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +7. ഓക്സിജൻ അവസ്ഥ +7. അപ്പോൾ 7 ഇലക്ട്രോൺ നഷ്ടപ്പെടും. അപ്പോൾ 4sൽ നിന്ന് 2 ഇലക്ട്രോൺ പോവും. പിന്നെ ബാക്കി 5 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 3d5 നിന്നും ഇലക്ട്രോൺ പോകും. അപ്പോൾ അവിടെ 3d0 ഉള്ളൂ. പിന്നെ 3dയിൽ ഒരു ഇലക്ട്രോണും ഇല്ല. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 1s2 2s2 2p6 3s2 3p6 3dയിൽ ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. 3d0 എന്ന് എഴുതുക. 3d0 കാരണം 7 ഇലക്ട്രോണാണ് പോകുന്നത്. +7 ആയതുകൊണ്ട്. അപ്പോൾ 1s2 2s2 2p6 3s2 3p6 3d0 എന്ന് വരും. ഇപ്പം മനസ്സിലായോ? ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എല്ലാം വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആ കാണിക്കുന്നതെന്ന്. ഡി ബ്ലോക്ക് മൂലങ്ങളെല്ലാം വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥയാണ് പ്രകടമാക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കും? ഇതിൻ്റെ കാരണം എന്താണ്? ഇവരെല്ലാം ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്, ഡി ബ്ലോക്ക് മൂലകങ്ങളെല്ലാം വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ. അപ്പം നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് സംക്രമണ മൂലകങ്ങൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്, ട്രാൻസിഷൻ എലമെൻറ്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നത്, വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥകൾ പ്രകടിപ്പിക്കുന്നത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്.
എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഇൻ ട്രാൻസിഷൻ എലമെൻറ്റ്സ് സംക്രമണ മൂലകങ്ങളുടെ ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെൽ ബാഹിതമ ഷെല്ലിലെ എസ് സബ്ഷെല്ലിൻ്റെയും പെനാൾട്ടിമേറ്റ് ഡി സബ്ഷെൽ തൊട്ടുള്ളിലുള്ള ഡി സബ്ഷെല്ലിൻ്റെയും എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് സ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഊർജങ്ങൾ തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദർ ഈസ് ഓൺലി എ സ്ലൈറ്റ് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെല്ലും ആൻഡ് പെനാൾട്ടിമേറ്റ് ഡി സബ്ഷെല്ലും. അതിനാൽ ആസ് എ റിസൾട്ട് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ അനുയോജ്യമായ സാഹചര്യത്തിൽ ഡി സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണും രാസപ്രവർത്തനത്തിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് വൈ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥകൾ പ്രകടിപ്പിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇൻ ട്രാൻസിഷൻ എലമെൻറ്റ്സ് സംക്രമണ മൂലകങ്ങളിൽ ദർ ഈസ് ഓൺലി എ സ്ലൈറ്റ് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെൽ ആൻഡ് ദി പെനാൾട്ടിമേറ്റ് ഡി സബ്ഷെൽ. ബാഹിതമ ഷെല്ലിലെ എസ് സബ്ഷെല്ലിൻ്റെയും തൊട്ടുള്ളിലുള്ള ഡി സബ്ഷെല്ലിൻ്റെയും ഊർജങ്ങൾ തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിനാൽ ആസ് എ റിസൾട്ട് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻസ് അനുയോജ്യമായ സാഹചര്യത്തിൽ ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് വൈ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥകൾ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ഇനി നമുക്ക് കളേർഡ് കോമ്പൗണ്ട്സ് നിറമുള്ള സംയുക്തങ്ങളെ പറ്റിയൊക്കെ പഠിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ലെറ്റസ് അസസിനോടൊപ്പം ഈ നിറമുള്ള സംയുക്തങ്ങളെ പറ്റി കളേർഡ് കോമ്പൗണ്ട്സിനെ പറ്റിയും പഠിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു.